മുളരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്താണ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സംഭവം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗപ്പീസിന്റെ ബ്രീഡിംഗ് കേജ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ബ്രീഡിംഗ് കേജ് ഉണ്ടാക്കാൻ നോക്കാം. അത് നമ്മൾ കൊട്ടയൊക്കെ വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തിനാണ് ബ്രീഡിംഗ് കേജ് എന്ന് പറഞ്ഞാൽ ഗപ്പീസിന്റെ ബേബീസിനെ നമുക്ക് കുറച്ചുകൂടെ ബേബീസിനെ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇതിന് വേണ്ട ഇത്ര സാധനങ്ങൾ മതി. പിന്നെ ഒരു നൂലും വേണം. അപ്പോൾ ഇതാണ് നമ്മൾ എടുക്കുന്നത്. ഇതൊരു പഴയ കൊട്ടയാണ്. അപ്പോൾ ഈ കൊട്ടയിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഈ കൊട്ടയിലേക്ക് ഉള്ള അഴുക്കുകളെല്ലാം നമ്മൾ മാറ്റണം. കൂടാതെ അതിനകത്ത് വല്ല ബാക്ടീരിയാസോ ഫംഗസോ ഒക്കെ ഉണ്ടെന്ന് മാറ്റണം. കാരണം ഗപ്പീസിന് ബാക്ടീരിയ ഫംഗസ് ഉണ്ടെങ്കിൽ എപ്പി മരിച്ചു. അപ്പം നിങ്ങൾക്ക് സോപ്പ് അങ്ങനെ ഇടാതെ എങ്ങനെ നല്ല രീതിയിൽ കഴുകുക. അപ്പോൾ ഞാനത് ചെയ്യുന്നത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ടാണ് കഴുകുന്നത്. ആണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് 10 രൂപയാണ്. എല്ലാ മെഡിക്കൽ ഷോപ്പിലും ഇത് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ഇച്ചിരി ഇട്ട് നമ്മളൊരു വെള്ളത്തിലിട്ട് കഴിയുക. ഇതിനകത്തുള്ള മിക്ക അഴുക്കും ഫംഗസും ബാക്ടീരിയസും എല്ലാം പോകും. അപ്പോൾ ഗപ്പീസിന് നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇതിട്ടാണ് കഴിയുന്നത്. വെള്ളം എടുക്കുന്നുണ്ട്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ടെടുക്കുക. ഇത്തിരി ഇട്ടെടുക്കണ്ട, ഇച്ചിരി മതി. എന്നിട്ട് നമ്മളിത് വളരെ ഇളക്കി കൊടുക്കും. വെള്ളത്തിനൊരു ഇളക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ നമ്മൾ ഈ കൊട്ട വെച്ചെടുക്കുക. നമ്മൾ കുറച്ച് ഇങ്ങനെ ആക്കുക. അതുപോലെ ഫംഗസും ബാക്ടീരിയാസും അഴുക്കെല്ലാം പോകാനാണ്. ഇങ്ങനെ മുക്കി കുറച്ച് നേരം വെച്ചേക്കുക. 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിതൊന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിട്ട് നമ്മളൊന്ന് അല്ലാതെ പോലെ ഒന്ന് കഴുകിയിട്ട് കഴുകി ആയിട്ടുണ്ടെങ്കിൽ ചെറിയ അഴുക്കുണ്ട്. പക്ഷെ അത് അഴുക്കല്ല, അത് വറ്റിപ്പിടിച്ചിരിക്കുന്നതാണ്. ഇത് പോകത്തില്ല. അപ്പം നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ തെർമോക്കോൾ എടുക്കുക. എന്നിട്ട് ഇത് ഒരു 4 പീസ്, ചെറിയൊരു 4 പീസ് നമ്മൾ കണ്ടിക്കുക. ഒരു പീസ് കണ്ടിച്ചിട്ട് കാണിക്കാം. ഈ ഒരളവിലാണ് നമ്മൾ കണ്ടിച്ചത്. ഇതുപോലെ 4 പീസ് നമ്മൾ കണ്ടിക്കണം. 4 പീസ് കണ്ടിച്ചിട്ട് കാണിക്കാം. 1 പീസ് തെർമോക്കോൾ നമ്മളതാ കണ്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ 4 എണ്ണമായിട്ട് ഇങ്ങനെ വെക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ സൂചി നൂലാണ്. സൂചി നൂല് അതായത് ഒക്കുന്ന കാണിക്കാം. തെർമോക്കോൾ ഇതിലോട്ട് ഇങ്ങനെ ഓർത്ത് വെക്കും. അപ്പോൾ ഇത് 2 കൈ കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്കിത് കാണിക്കാൻ പറ്റത്തില്ല. ഇത് കോർത്ത് വെച്ചിട്ട് കാണിക്കാം. തെർമോക്കോൾ തുന്നി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതോടെ 4 എണ്ണം വെക്കണം. 4 എണ്ണം വെച്ചിട്ട് കാണിക്കാം. അത് നമ്മൾ തെർമോക്കോൾ വെച്ച് ഇതിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫിഷ് ടാങ്കിലോട്ട് ഇടാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് ടാങ്ക് ഇട്ടിട്ടുണ്ട്. അതായത് ബിഗിയറാണ്. ഇതിൻ്റെ പേഴ്സിന് വേണ്ടിയാണ് നമ്മൾ ഉണ്ടാക്കിയത്. നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പം അത് കളറിട്ടുണ്ട്. നമുക്ക് ഈ പേഴ്സിനെ എടുക്കണം. ഇപ്പോൾ ഫീമെയിലിനെ എടുത്തിട്ടുണ്ട്. ഇനി മെയിലിനെ എടുക്കണം. മെയിലിനെ പിടിച്ചിട്ടുണ്ട്. അതിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷ് ടാങ്ക്. അങ്ങനെ വലുതായിട്ടൊന്നും കാണിച്ചിട്ടേ ഇല്ല യൂട്യൂബിൽ. ഇതവിടെ ഫുൾ വൈറ്റ് ആണ്. ഫുൾ വൈറ്റിൻ്റെ ബേബീസാണ് അത് കിടക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് തോന്നുന്നു. ഇത് ഇവിടുത്തെ ഇന്നനാണ്. ഫുൾ ജർമ്മൻ റെഡ് പ്ലാറ്റിനാണ് കിടക്കുന്നത്. അത് ഫൈറ്ററിൻ്റെ കുഞ്ഞാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഉപകാരപ്രദമായ വീഡിയോസിന് വേണ്ടി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ പിയർ സൈനിങ് ഔട്ട്.